നമസ്കാരം. മുക്കം MMO ITയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സോബേഷ്, MMO ITI. ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഓരോ ഭാഗത്തും നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഓരോ ഭാഗത്തിൻ്റെയും ഫങ്ഷൻ, മൊത്തത്തിലുള്ള ഓപ്പറേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. ഈ പാർട്ടിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ് പാർട്ട് 3. ഒബ്ജക്റ്റീവ്സ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തെല്ലാമാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. നമ്മൾ കഴിഞ്ഞ പവർ പ്ലാന്റുകളിലൊക്കെ പഠിച്ച പോലെ തന്നെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ്, മറ്റ് പവർ പ്ലാന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ്, അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അഡ്വാൻറ്റേജസ്. ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് മറ്റ് പവർ പ്ലാന്റുകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് അതിന് എന്തെല്ലാം പ്ലസ് പോയിന്റുകൾ അല്ലെങ്കിൽ മേന്മകൾ ഉണ്ട് എന്നാണ് ഈ അഡ്വാൻറ്റേജിൽ പറയുന്നത്. എന്തെല്ലാമാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജുകളെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ പോയിൻ്റായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അത് പ്രകാരം തന്നെ നമുക്ക് പറഞ്ഞു പോകാം. വളരെ എളുപ്പമുള്ളതും അധികം ടെക്നിക്കൽ കാര്യങ്ങൾ വരാത്തതുമായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഓരോ പോയിൻ്റായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അഡ്വാൻറ്റേജ് നമ്പർ 1, the amount of fuel required is quite small, therefore the cost of fuel transportation is less. അതായത് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം മതിയാവും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം, പ്ലൂട്ടോണിയം അതുപോലെയുള്ള എലമെൻറ്റ്സ് ആണ്. ഇത് ഏതാണെങ്കിൽ തന്നെയും വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കറിയാം, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്ന പ്രവർത്തനം നടത്തിയിട്ടാണ് വലിയ തോതിലുള്ള താപോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇങ്ങനെ താപോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂക്ലിയർ ഫിഷന് വിധേയമാക്കുന്ന ആണവ ഇന്ധനമായിട്ടുള്ള യുറേനിയം, അതേപോലെ തന്നെ പ്ലൂട്ടോണിയം തുടങ്ങിയ എലമെൻറ്റ്സ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു കൺവേർഷൻ റേറ്റൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു കമ്പാരിസണൊക്കെ പഠിച്ചിട്ടുണ്ട്. കോളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറഞ്ഞ അളവിലുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ വലിയ തോതിലുള്ള ഒരു താപോർജ്ജം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള യുറേനിയം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് എന്താണ് ദെർഫോർ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ലെസ്. ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് വളരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നും വാഹനമാർഗം ഈ സൈറ്റിലേക്ക് എത്തിക്കുന്നതാണ്. അല്ലാതെ ഒരിക്കലും ആ പവർ പ്ലാന്റിൻ്റെ തൊട്ട് അരികെ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നുമല്ല. അപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും വാഹന ഗതാഗതത്തിൽ കൂടെ അവിടെ എത്തിക്കുന്നതായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് കുറയും. നമുക്കറിയാം അല്ലേ? കൂടുതൽ ഇപ്പോൾ കൽക്കരി പവർ പ്ലാന്റിലേക്കൊക്കെ കൽക്കരി കൊണ്ടുവരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അളവിൽ കൽക്കരി ആവശ്യമാണ്. അപ്പോൾ അത് ഒരുപാട് തവണ ഇങ്ങനെ ഒരുപാട് ലോഡായിട്ട് പല വാഹനങ്ങളിലായിട്ട് കൽക്കരി ആ സൈറ്റിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇത് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ വളരെ കുറച്ച് ഫ്യൂവൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് സ്വാഭാവികമായിട്ടും കുറവാണ് എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് റിക്വയർസ് ലെസ് സ്പേസ് ആസ് കമ്പയർഡ് ടു എനി അതർ ടൈപ്പ് ഓഫ് ദി സെയിം സൈസ്. മറ്റ് പവർ പ്ലാന്റുകളെ
ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് മാത്രം ആണ്. അതായത് കുറഞ്ഞ സ്ഥലം മതി എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു മേന്മയായിട്ട് നമ്മൾ പറയുന്നു. മൂന്നാമത്തെ പോയിന്റിൽ ഇറ്റ് ഹാസ് എ ലോ റണ്ണിങ് ചാർജസ് ആസ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ബൾക്ക് ഇലക്ട്രിക്കൽ എനർജി. ബൾക്ക് ഇലക്ട്രിക്കൽ എനർജി, വളരെ വലിയ തോതിലുള്ള ഒരു വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ഈസ് റിക്വയർഡ്. വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് ഫ്യൂവൽ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ റണ്ണിങ് ചാർജ്, ഈ പവർ പ്ലാന്റിൻ്റെ റണ്ണിങ് ചാർജ് എന്തായിരുന്നു? റണ്ണിങ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വരുന്ന ചിലവുകൾ, ആ ചിലവ് ഈ ഫ്യൂവലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് റണ്ണിങ് ചാർജ് കുറവാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഈ ഫ്യൂവൽ കുറച്ച് മാത്രം മതി എന്നുള്ളത് കൊണ്ട് ആ അർത്ഥത്തിൽ ഈ പവർ പ്ലാന്റിൻ്റെ റണ്ണിങ് ചാർജ് നമ്മൾ പ്രത്യേകിച്ചും സ്റ്റീം പവർ പ്ലാന്റുമായിട്ടൊക്കെ കോൾ ബേസ്ഡ് പവർ പ്ലാന്റുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. അതാണ് ഇത് പറയുന്നത്, ഈ ന്യൂക്ലിയർ ഫ്യൂവലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇതിൻ്റെ റണ്ണിങ് ചാർജ് കുറവാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ദിസ് ടൈപ്പ് ഓഫ് പവർ പ്ലാന്റ് ഈസ് വെരി എക്കണോമിക്കൽ ഫോർ പ്രൊഡ്യൂസിങ് ബൾക്ക് ഇലക്ട്രിക് പവർ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ബൾക്ക് ഇലക്ട്രിക് പവർ, വളരെ വലിയ തോതിലുള്ള വൈദ്യുത പവർ അല്ലെങ്കിൽ വൈദ്യുതോർജ്ജം, വലിയ തോതിലുള്ള വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് നമ്മളെ ആവശ്യമെങ്കിൽ ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ആണവ വൈദ്യുത നിലയങ്ങളാണ്. അതായത് ഏറ്റവും ഉയർന്ന നിലയിൽ ഒരു വൈദ്യുതോർജ്ജം നമ്മൾ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും ലാഭകരമായിട്ടുള്ള, എക്കണോമിക്കൽ മീൻസ് ലാഭകരമായിട്ടുള്ളത്, എക്കണോമിക്കലായിട്ടുള്ള രീതി ഏതാണ്? ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. അത് ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ബൾക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും യോജ്യമായിട്ടുള്ള പവർ പ്ലാന്റ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് നിയർ ദി ലോഡ് സെൻറ്റേഴ്സ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ, സോ ട്രാൻസ്മിഷൻ കോസ്റ്റ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. നമ്മൾ മറ്റ് പവർ പ്ലാന്റുകളിലുള്ള ഒരു പ്രധാന പ്രശ്നമായിരുന്നു ലോഡ് സെൻറ്റർ. എന്താണ് ലോഡ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡുകളൊക്കെ എവിടെയാണോ ഉള്ളത്, ഈ ഉപഭോക്താക്കളൊക്കെ കൺസ്യൂമേഴ്സൊക്കെ എവിടെയാണോ ഉള്ളത് ആ ഏരിയയ്ക്കാണ് നമ്മൾ ലോഡ് സെൻറ്റർ എന്ന് പറയാം. ഈ ലോഡ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു പരിമിതി ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ച പവർ പ്ലാന്റുകൾക്കൊക്കെ. എന്തായിരുന്നു കാരണം? അവിടെ ഒന്നുകിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വലിയ തോതിലുള്ള ഒരു ജലസ്രോതസ് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ലോഡ് സെൻറ്ററിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹില്ലി ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ജനസമ്പർക്ക ഏരിയയിൽ നിന്ന് മാറിയിട്ടോ ആണ് മറ്റ് പവർ പ്ലാന്റുകളൊക്കെ വെക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താ അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ തോതിലുള്ള ഒരു ജലസ്രോതസ് നമുക്ക് ആവശ്യമില്ല. ഇതിനൊക്കെയായിട്ട് വാട്ടറിൻ്റെ സോഴ്സ് നമുക്ക് ആവശ്യമാണ്, നിങ്ങൾക്കറിയാം അല്ലേ? കണ്ടൻസറിലേക്കും കണ്ടൻസേറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് നമ്മൾ നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്കൊക്കെ വാട്ടർ നമുക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും. പക്ഷേ ഒരിക്കലും ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഒക്കെ ആവശ്യമായിട്ട് വരുന്ന പോലെയുള്ള വലിയ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡാമൊക്കെ നിർമ്മിച്ച് അതിന് ജലത്തിനെ സംഭരിച്ച് നിർത്തേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ലോഡ് സെൻറ്ററിൽ സ്ഥാപിക്കാൻ സാധിക്കും. ക്ലിയർ? ഈ ലോഡ് സെൻറ്ററിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതില്ല, ജലം സംഭരിക്കേണ്ടതില്ല, അല്ലേ? ഈ വാട്ടറിൻ്റെ ഹെഡ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. പിന്നെ മറ്റു പവർ പ്ലാന്റുകളെ പോലെ അത്രയ്ക്ക് എമൗണ്ട് ഓഫ് വാട്ടറും നമുക്ക് ആവശ്യമില്ല, അല്ലേ, കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ജനസമ്പർക്ക മേഖലകളിലേക്കോ അല്ലെങ്കിൽ ഈ ലോഡ് ഇരിക്കുന്ന കൺസ്യൂമേഴ്സിൻ്റെ ഏരിയയിലേക്കോ ഇത് സ്ഥാപിക്കാൻ ഉള്ള ഒരു സ്കോപ്പുണ്ട്. അതുകൊണ്ട് എന്താ കാര്യം? അങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് മേന്മയാണ് ഉണ്ടാകുന്നത്? എന്താണ്? അതായത് നമുക്ക് ട്രാൻസ്മിഷൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക്, അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു സ്റ്റേജിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ടവറുകൾ, ഈ ലൈനുകൾ ഒക്കെ അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, പല കാര്യങ്ങളും വരുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എക്സ്പെൻസ് ഉണ്ടാവും.
അപ്പോൾ ആ എക്സ്പെൻസുകളൊക്കെ ഈ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആകുമ്പോൾ. കാരണം ലോഡ് സെൻറ്ററിൽ അടുത്തായിട്ട് നമുക്ക് ഇത് സ്ഥാപിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, ന്യൂക്ലിയർ ഫ്യൂവൽസ് ആർ ഈസിലി അവൈലബിൾ ഓൾ ഓവർ ദി വേൾഡ്. ഇറ്റ് എൻഷ്യൂർസ് ദി കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ പവർ ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഈ ന്യൂക്ലിയർ ഫ്യൂവൽ യുറേനിയം ആണെങ്കിലും പ്ലൂട്ടോണിയം ആണെങ്കിലും അതുപോലെയുള്ള ന്യൂക്ലിയർ ഫ്യൂവലുകൾ ലോകം മുഴുവൻ, ഓൾ ഓവർ ദി വേൾഡ്, ലോകം മുഴുവൻ അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. നമുക്ക് അത് ലഭിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്, ആയിരക്കണക്കിന് വർഷക്കാലത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഇലക്ട്രിസിറ്റി, ഈ പ്രകാരം സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യതയോ അല്ലെങ്കിൽ കാറ്റിൻ്റെ ലഭ്യതയോ അല്ലെങ്കിൽ അതേപോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ, അതായത് യുറേനിയം പോലെയുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ, അതാണെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ ഈസിലി ലഭിക്കുന്നതുമാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ പവർ പ്ലാന്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പവർ പ്ലാന്റ് വഴിയുള്ള ഒരു ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ നമുക്ക് ഒരുപാട് വർഷക്കാലത്തേക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും, അല്ലേ? മറ്റു കാര്യങ്ങളെ, ഇപ്പോൾ നമ്മളെ അറ്റ്മോസ്ഫിയർ, കാലാവസ്ഥയോ അതുപോലുള്ള കാര്യങ്ങളെ ഒന്നും ആശ്രയിച്ചല്ല ഇത് ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയം പോലെയുള്ള മെറ്റീരിയൽസ് ലോകം മുഴുവൻ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഇതിന് ഒരു റിലയബിലിറ്റി കൂടുതലാണ്. നമുക്ക് കൂടുതലായിട്ട് എത്ര കാലത്തേക്ക് വേണമെങ്കിലും ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പവർ പ്ലാന്റ് ആണ് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന അഡ്വാൻറ്റേജുകൾ. ഇനി നമുക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ അഥവാ മൈനസ് പോയിന്റുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മയാണ്, അല്ലേ? നമ്മൾ പ്ലസ് പോയിന്റ് പറയുമ്പോൾ തന്നെ ഇതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നെഗറ്റീവ് പോയിന്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് നോക്കുക. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കൂ. ദ ഫ്യൂവൽ യൂസ്ഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട്. നമ്മൾ നേരത്തെ ഫ്യൂവൽ കുറച്ചൊക്കെ മതി എന്ന് പറഞ്ഞു, അല്ലേ? എമൗണ്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് മതി, പക്ഷേ കുറച്ചാണെങ്കിലും അത് എക്സ്പെൻസീവാണ്, വിലപിടിപ്പുള്ളതാണ്. ഓക്കെ, എക്സ്പെൻസീവാണ്. മാത്രമല്ല ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവലിനെ നമ്മൾ നേരെ എടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ അതിന് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് കുറച്ച് ടെക്നിക്കലായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് പറയുന്നത് എക്സ്പെൻസീവാണ്, മാത്രമല്ല അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. ദ ക്യാപിറ്റൽ കോസ്റ്റ് ഓൺ എ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഈസ് വെരി ഹൈ ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റണ്ണിങ് ചാർജാണ്. നമ്മൾ നേരത്തെ ഫ്യൂവലിൻ്റെ എമൗണ്ടിനനുസരിച്ചുള്ള റണ്ണിങ് ചാർജിനെ പറ്റി പറഞ്ഞു. ഇവിടെ പൊതുവെ മൊത്തത്തിലുള്ള റണ്ണിങ് ചാർജിനെ പറ്റിയാണ് പറയുന്നത്. ക്യാപിറ്റൽ കോസ്റ്റ് അഥവാ റണ്ണിങ് ചാർജ്, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ റണ്ണിങ് ചാർജ് ഹൈ ആണ് ആസ് കമ്പയർഡ് ടു അതർ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്. മറ്റ് പ്ലാന്റുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ റണ്ണിങ് ചാർജ് കുറച്ച് ഹൈ ആണ്, അല്ലേ? അതിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ചാർജ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് മറ്റ് പവർ പ്ലാന്റുകളുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഹൈ ആണ്. അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ദ എറക്ഷൻ ആൻഡ് കമ്മീഷനിങ് ഓഫ് പവർ പ്ലാന്റ് റിക്വയർസ് ഗ്രേറ്റർ ടെക്നിക്കൽ നോ ഹൗ. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. കാരണം നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലേ? ഒരുപാട് കെമിക്കലായിട്ടുള്ള പ്രോസസ്സുകളൊക്കെ റിയാക്ടറിൽ വെച്ച് നടന്നതിന് ശേഷമാണ് അതിനകത്തുനിന്ന് ഒരു ഹീറ്റ് എക്സ്പാൻഡ് ചെയ്ത് വരുന്നതും ആ ഹീറ്റ് വീണ്ടും ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് സ്റ്റീമായി മാറി, അല്ലേ? ആ സ്റ്റീമിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ആ റിയാക്ടറുള്ള പ്രവർത്തനങ്ങളെന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതൽ ടെക്നിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കെമിക്കൽ പ്രോസസ്സുകളാണ്. അതുകൊണ്ട് ഈ ഒരു പവർ പ്ലാന്റിൻ്റെ, ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഇറക്ഷൻ മീൻസ് അതവിടെ സ്ഥാപിക്കൽ, അല്ലേ? സ്ഥാപിക്കുന്നതിനെയാണ് ഇറക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഇറക്ഷനും അതേപോലെ തന്നെ കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ അത് ചാർജ് ചെയ്യാം, അത് പ്രവർത്തനക്ഷമമാക്കുക,
അപ്പോൾ ഇറക്ഷൻ അതുപോലെ കമ്മീഷനിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ടെക്നിക്കൽ കൂടുതൽ വേണം. അതായത് ടെക്നിക്കലായിട്ടുള്ള അറിവ് കൂടുതലായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഇറക്ഷനും അതുപോലെ തന്നെ കമ്മീഷനിങ്ങും ഒക്കെ കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് സാങ്കേതികമായിട്ട് നല്ല അവബോധമുള്ള ആളുകളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അല്ലേ, അങ്ങനെ ആർക്കെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള സാധാരണ ഓപ്പറേറ്റർമാരെ ഒന്നും നിർത്തിയിട്ട് നമുക്ക് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ടെക്നിക്കൽ നോളജുള്ള ആളുകൾക്ക് മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ഇറക്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇത് ഈ പവർ പ്ലാന്റിനെ സംബന്ധിച്ച മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജിൽ പറയുന്നു, ദ ഫിഷൻ ബൈ പ്രൊഡക്ട്സ് ആർ ജനറലി റേഡിയോ ആക്റ്റീവ് ആൻഡ് മേ കോസ് എ ഡേഞ്ചറസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. ഇതാണ് ഈ ഒരു പവർ പ്ലാന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളായിരിക്കാം അല്ലേ. അപ്പോൾ റേഡിയോ ആക്റ്റീവായിട്ടുള്ള വേസ്റ്റുകളാണ് ഈ ഒരു പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുന്നത്. സാധാരണ പവർ പ്ലാന്റുകളിലുള്ള പോലെ തന്നെയുള്ള ഒരു നോർമലായിട്ടുള്ള സ്മോക്കോ അല്ലെങ്കിൽ ആ നോർമലായിട്ടുള്ള ആഷോ ഒന്നും ആയിരിക്കില്ല ഈ ഒരു പവർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നത്. എന്തായിരിക്കാം? അവിടെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ബൈ പ്രൊഡക്റ്റാണ് വരുന്നത്. കാരണം ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സാണ് ഈ റിയാക്ടറിൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് ഈ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അത് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ ഉണ്ടാകുന്നുള്ള ആശങ്കകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പവർ പ്ലാന്റിൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫിഷൻ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാധാരണ റേഡിയോ ആക്റ്റീവ് പ്രൊഡക്റ്റുകളാണ്. അത് ഇറ്റ് മേ കോസ് എ ഡേഞ്ചറസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. അത് അന്തരീക്ഷത്തിൽ വളരെ വലിയ തോതിലുള്ള അപകടകരമായിട്ടുള്ള ഒരു അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി വീണ്ടും അടുത്ത ഡിസഡ്വാൻറ്റേജിലേക്ക് പോവുകയാണ് നമ്മൾ. മെയിൻ്റനൻസ് ചാർജസ് ആർ ഹൈ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. ഇതിന് ഒരു കൃത്യമായിട്ടുള്ള ക്രമീകരണമില്ല അല്ലേ. അതായത് റിയാക്ടർ ഒരു സ്ഥലത്തിരിക്കുന്നു, അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇരിക്കുന്നു, അതിന് പുറത്ത് ഒരുപാട് അപ്പാരറ്റസുകൾ, ഒരുപാട് സംവിധാനങ്ങൾ, കൂളിംഗ് ടവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ക്രമീകരണമില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് കൂടാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിൻ്റനൻസ് ചാർജസ് ആർ ഹൈ ഡ്യൂ ടു ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ക്രമീകരണത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ട് ഈ പവർ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസിന് വരുന്ന ചിലവ് അല്ലേ, മെയിൻ്റനൻസ് ഏത് പവർ പ്ലാന്റിനാണെങ്കിലും ഉണ്ടാവും അല്ലേ, ഈ മെയിൻ്റനൻസിന് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. മോർ ഓവർ, അതുകൂടാതെ അതിലുപരി എന്താണ് പറയുന്നത്, ഹൈ സാലറീസ് ഓഫ് സ്പെഷ്യലി ട്രെയിൻഡ് പേഴ്സണൽ എംപ്ലോയ്ഡ് ടു ഹാൻഡിൽ ദ പ്ലാന്റ് ഫർദർ റേസ് ദി കോസ്റ്റ്. വീണ്ടും ചിലവ് കയറാനുള്ള ഒരു മേഖല എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ ടെക്നിക്കലി സൗണ്ടായിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ വർക്കേഴ്സ് വേണം അല്ലേ. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം നമ്മൾ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ച് ഒരു സാലറിയും കാര്യങ്ങളൊക്കെ നമ്മൾ അഫോർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന സമയത്തും ഇതിന് എക്സ്പെൻസ് കൂടും. അപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. മെയിൻ്റനൻസിന് വരുന്ന എക്സ്പെൻസ് മറ്റു പവർ പ്ലാന്റുകളെ അപേക്ഷിച്ച് കൂടുതലുണ്ടാവും. അതുകൂടാതെ ഇവിടുത്തെ എംപ്ലോയീസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് നൽകേണ്ടി വരുന്ന സാലറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകളാണെങ്കിലും മറ്റു പവർ പ്ലാന്റുകളേക്കാൾ കൂടുതലുണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ഡിസഡ്വാൻറ്റേജിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പോയിന്റ്, മറ്റൊരു ഡിസഡ്വാൻറ്റേജ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ നോട്ട് വെൽ സ്യൂട്ടഡ് ഫോർ varying loads as the reactor does not respond to the load fluctuations efficiently. ഈ ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എക്സാമിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് കൂടിയാണത്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റിലുള്ള റിയാക്ടറുകൾ
ഈ ലോഡിലുണ്ടാവുന്ന വേരിയേഷനുമായിട്ട് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാറില്ല സാധാരണ. അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോഡ് വേരിയേഷനുള്ള ടൈപ്പ് ഒരു മേഖലയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ ഇത്തരം പവർ പ്ലാന്റുകൾ അനുയോജ്യമല്ല. മനസ്സിലായോ? അപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലോഡ് വേരിയേഷൻ വരുന്ന ഒരു സാഹചര്യമായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടുകയില്ല. കാരണം അതിൻ്റെ റിയാക്ടർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലോഡ് വേരിയേഷൻ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അത്ര അനുയോജ്യമായിട്ടുള്ള പവർ പ്ലാന്റ് അല്ല. ഒരു സ്റ്റഡി ലോഡാണെങ്കിൽ ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ലോഡ് ഇങ്ങനെ മാറ്റം വരുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏറ്റവും യോജിച്ച ഒരു പവർ പ്ലാന്റ് അല്ല. ഓക്കെ, അപ്പോൾ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ലോഡ് വേരിയേഷനുമായിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ലോഡ് വേരിയേഷൻ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ അല്ലാത്ത പവർ പ്ലാന്റ് ഏതാണ് എന്നുള്ള രീതിയിലാണ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ന്യൂക്ലിയർ പവർ പ്ലാന്റ് ലോഡ് വേരിയേഷൻ വരുന്ന സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു പവർ പ്ലാന്റ് അല്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ ഓർത്തിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ്, ഏറ്റവും അവസാനത്തെ ഡിസഡ്വാൻറ്റേജ് വളരെ ശ്രദ്ധിക്കുക. ദ ഡിസ്പോസൽ ഓഫ് ദി വേസ്റ്റ് വിച്ച് ആർ റേഡിയോ ആക്റ്റീവ് ഈസ് എ ബിഗ് പ്രോബ്ലം. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്ന് വരുന്ന അവശിഷ്ടങ്ങൾ, അതിൻ്റെ ഡിസ്പോസൽ മീൻസ് നിർമ്മാർജ്ജനം ചെയ്യുക, അത് ഒഴിവാക്കുക, അത് എവിടേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അത് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം ഇവിടുത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള സ്മോക്കോ അല്ലെങ്കിൽ ചാരമോ ഒന്നും അല്ല, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ ജീവജാലങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയമുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്, വളരെ വലിയൊരു പ്രശ്നമായിട്ടാണ് ഇവിടെ പറയുന്നത്. ദേ ഷുഡ് എയ്തർ ബി ഡിസ്പോസ്ഡ് ഓഫ് ഇൻ എ ഡീപ്പ് ട്രെഞ്ച് ഓർ ഇൻ ദി സീ അവേ ഫ്രം ദി സീ ഷോർ. അത് സാധാരണയായിട്ട് ഏത് രീതിയിലാണ് നിർമ്മാർജ്ജനം ചെയ്യുക? ഒന്നുകിൽ എയ്തർ ബി ഡിസ്പോസ്ഡ് ഓഫ് ഇൻ എ ഡീപ്പ് ട്രെഞ്ച്, വളരെ ആഴത്തിലുള്ള ഒരു കുഴിയെടുക്കുക അല്ലെങ്കിൽ ട്രെഞ്ച് എടുക്കുക. ഓക്കെ, വളരെ ആഴത്തിൽ ഗർത്തങ്ങൾ ഉണ്ടാക്കിയിട്ട് കുഴി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലിട്ടിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഓർ ഇൻ ദി സീ മീൻസ് കടലിൽ ഡിസ്പോസ് ചെയ്യാം. പക്ഷേ കടൽ തീരത്ത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവേ ഫ്രം ദി സീ ഷോർ, കടൽ തീരത്ത് നിന്നും ഒരുപാട് ഉള്ളിലേക്ക്, അതായത് നമ്മൾ നടുക്കടലിൽ നിന്നൊക്കെ പറയും. അപ്പോൾ കടലിൻ്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെതായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്, വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് സാധാരണ രീതിയിൽ ചെയ്യുന്നത് വളരെ ആഴത്തിലുള്ള ഒരു ട്രഞ്ച് അഥവാ കുഴി എടുത്തിട്ട് അതിൽ മൂടുകയോ അല്ലെങ്കിൽ കടൽ തീരത്തു നിന്നും മാറിയിട്ട് കടലിൻ്റെ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതിൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും അല്ലേ ഒരു വെല്ലുവിളി ഉള്ള ഒരു മേഖലയാണ്, ഒരു ജോലിയാണിത്. കാരണം അത് മറ്റ് അന്തരീക്ഷത്തിനും ജീവജാലങ്ങൾക്കൊക്കെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പൊല്യൂഷൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഈ ഏരിയയിൽ കുറച്ച് വെല്ലുവിളി നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള വേസ്റ്റിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് അഥവാ നെഗറ്റീവ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. നമ്മൾ നേരത്തെ മറ്റ് പവർ പ്ലാന്റുകൾ പഠിച്ചപ്പോഴും ഇതേപോലെ ചോയ്സ് ഓഫ് സൈറ്റിൻ്റെ പോയിന്റുകൾ ഓർത്ത് വെച്ചിരുന്നു. അതായത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഒരു സ്ഥലത്ത് നമ്മൾ പുതിയതായിട്ട് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്ന്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ.
ജലത്തിൻ്റെ ലഭ്യത. ആസ് സഫിഷ്യൻറ്റ് വാട്ടർ ഈസ് റിക്വയർഡ് ഫോർ കൂളിംഗ് പർപ്പസസ്. പ്രധാനമായിട്ടും ഇവിടെ കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരുപാട് ജലം ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അത്രയൊന്നും ജലത്തിൻ്റെ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും ജലം നല്ല രീതിയിൽ ഇവിടെയും ആവശ്യമാണ്. അപ്പോൾ ആ ജലത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. Therefore, the plant site should be located where ample quantity of water is available across a river or by seaside. ഒന്നുകിൽ ഒരു നദിക്ക് സൈഡിൽ അല്ലെങ്കിൽ കടൽ തീരത്തോ അല്ലെങ്കിൽ കടലിൻ്റെ ഉള്ള ഏരിയയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു റിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് സ്ഥാപിക്കാൻ. കാരണം ജലത്തിൻ്റെ ഒരു ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലൊക്കേഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. വേസ്റ്റിൻ്റെ ഡിസ്പോസൽ, അതായത് ഈ റേഡിയോ ആക്റ്റീവായിട്ടുള്ള അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പറായിട്ടുള്ള സ്ഥലം വേണം ഈ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഏത് രീതിയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കേണ്ടി വരും? അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ഏതൊക്കെ രീതിയിൽ ആണ് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. ഈ വേസ്റ്റുകളൊക്കെ തന്നെ അന്തരീക്ഷത്തിനും ജീവജാലങ്ങൾക്കൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സൗകര്യമുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. Therefore, the site selected for a such plant should have adequate arrangement for the disposal of radioactive waste. Radioactive waste പുറന്തള്ളാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമേ നമ്മൾ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വേസ്റ്റിൻ്റെ ഡിസ്പോസൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയാസ്. ഇത് ഈ പറഞ്ഞ പോയിന്റുമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ വഴി ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് കുറച്ച് മാറി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഇത് സൈറ്റ് സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം ആ അന്തരീക്ഷത്തിൽ എപ്പോഴും റേഡിയോ ആക്ടിവിറ്റിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഒന്ന് ഈ ജനസമ്പർക്ക ഏരിയയിൽ നിന്ന് മാറി സ്ഥാപിക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തതും അവസാനത്തതുമായിട്ടുള്ള പോയിന്റ് നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ മറ്റെല്ലാ പവർ പ്ലാന്റുകളുടെ കാര്യത്തിലും ശ്രദ്ധിച്ചതുപോലെ തന്നെ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അതായത് ഗതാഗത സൗകര്യം. ഗതാഗത സൗകര്യം എന്തിനു വേണ്ടിയിട്ടാണ്? നിർബന്ധമായിട്ടും ഗതാഗത സൗകര്യം നമുക്ക് റോഡ് മാർഗമോ അല്ലെങ്കിൽ റെയിൽ മാർഗമോ ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ വേണം ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്താ കാരണം? അവിടേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സുകൾ, ഫ്യൂവല്, അതേപോലെ തന്നെ ഈ അവിടുത്തെ വർക്കേഴ്സിൻ്റെയും എംപ്ലോയീസിൻ്റെയും ഒക്കെ പോക്കുവരവ് കാര്യങ്ങൾ, ഇതൊക്കെ പ്രോപ്പറായിട്ട് എളുപ്പത്തിൽ സാധ്യമാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആ ഭാഗത്ത് ഉണ്ടായിരിക്കണം, ഗതാഗത സൗകര്യം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫ്യൂവല് കൊണ്ടുവരാനും അതേപോലെ തന്നെ വേസ്റ്റ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, അതേപോലെ തന്നെ അവിടെയുള്ള വർക്കേഴ്സ് എംപ്ലോയീസിൻ്റെയൊക്കെ പോക്കുവരവ് കാര്യങ്ങളൊക്കെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉള്ള, ഗതാഗത സൗകര്യമുള്ള ഒരു സ്ഥലമാണോ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് ഒരു സൈറ്റ്, ഒരു സ്ഥലം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ലഭ്യത, ആ തരത്തിലുള്ള ഒരു സ്ഥലമായിരിക്കണം. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, അതായത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ അതിനുള്ള ചിലവ് കൂടും. ദെൻ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ് ഫ്രം പോപ്പുലേറ്റഡ് ഏരിയാസ്, അതായത് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു സൈറ്റ് സെലക്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും സേഫ്. കാരണം റേഡിയോ ആക്ടിവിറ്റിയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട്. നാലാമത്തതും അവസാനത്തുമായിട്ടുള്ള പോയിന്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യം പ്രോപ്പറായിട്ട് ഉള്ള
സൈറ്റാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അവിടെ ഒരു ഈ പവർ പ്ലാന്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നത്തെ ഈ അധികം ടെക്നിക്കൽ കാര്യങ്ങളൊന്നും വരാത്ത ചെറിയൊരു പോർഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ മൂന്നാമത്തെ ഈ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ അല്പം കാര്യങ്ങൾ കൂടി നാലാമത്തെ അവസാനത്തെ ഭാഗത്തിൽ പറയാനുണ്ട്. ആ ഒരു വീഡിയോ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.